എന്റെ ഗുണം കൊണ്ട് ഞാൻ SNDP ജനറൽ സെക്രട്ടറി ആയതല്ല, എതിരാളിയുടെ ദോഷം കൊണ്ട് ഞാൻ ആയതാണ്. എന്നെ ആക്കി കേരളമതിപ്പ് എന്നെ പുകഴ്ത്തണം. ആ പാപം ഒരു ചുമന്നേ പറ്റൂ. കാരണം എന്നെ നിർബന്ധിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന കേരളമതിയാണ് മണി ശാശ്വതാനന്ദ സാറി. അടിയിൽ നിന്ന് VS അച്യുതാനന്ദൻ. ഉള്ള സത്യം പറയുന്നതല്ലേ എപ്പോഴും ഭംഗി. കാര്യം മറച്ചു പറയുന്നത് ശരിയല്ലല്ലോ. VS എന്ന് മുമ്പിൽ വന്നില്ലെങ്കിലും, കാരണം മറ്റൊന്നും കൊണ്ടല്ല, സ്വീകരിൽ നടന്ന ആ പോലീസ് കൈയേറ്റത്തിൽ പ്രതിഷേധിച്ച് അന്നത്തെ നേതൃത്വത്തിനെതിരെ ഒരു പടയ നയിക്കുക, നേതൃത്വത്തിനെതിരെ മത്സരിക്കാൻ കണ്ടെത്തിയ ഇരയാണ് ഞാൻ. SNDP യോഗത്തിൻ്റെ ഒരു മേഖലയും പ്രവർത്തിച്ചിട്ടില്ല, ഒരു ശാഖയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഞാനൊരു കൺട്രാക്ടറായിട്ട് നടക്കുകയാണ്. അതല്ലാതെ എനിക്കൊന്നും അറിയാൻ പാടില്ല. പക്ഷേ എന്നെ ഇത് കൊണ്ടുപോയിട്ട് നിർബന്ധിപ്പിച്ചേ മത്സരിപ്പിച്ചു. എന്തുവേണ്ട? ഈ കൊച്ചി വെച്ചാണ് നടന്നത്. ഈ കൊച്ചിയിലെ ജനതകളും എല്ലാം എനിക്ക് വോട്ട് ചെയ്ത് കെട്ടിവെച്ച കാശ് എതിരാളിയെ കിട്ടിയില്ല. അങ്ങനെ എതിരാളിയുടെ ദോഷം കൊണ്ട് ഞാൻ ജയിച്ചു. കൗമുദിയുടെ എഴുത്തും കൊണ്ട് ചിലയിടങ്ങളിൽ ചെന്നപ്പോൾ അവർ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ഇടുക്കില്ല ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇടുക്കല്ല വയനാട്, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്നെ അറിയില്ല, നിങ്ങൾ എങ്ങനെയാണ് എനിക്ക് വോട്ട് തന്നത്? അപ്പോൾ അവർ പറയണേ കേരളകൗമുദി വായിച്ചായിരുന്നു. അപ്പോൾ കേരളകൗമുദി വായിച്ചതുകൊണ്ടാണ് എനിക്ക് വോട്ട് കിട്ടിയത്. അതുകൊണ്ട് കേരളകൗമുദി എന്നെ ആദരിക്കാൻ മുൻകൈ എടുത്തതിൽ ഒരു നന്ദിയും പറയേണ്ട കാര്യം എനിക്കില്ല. അത് എഴുതേണ്ടതാണ്. പക്ഷെ അന്ന് കേരളകൗമുദി ഞാൻ മുമ്പോട്ട് വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, നിങ്ങൾ പഴയ ചില സ്വഭാവങ്ങളുണ്ട്, എന്നെ ഇടക്കിട്ടിട്ട് ചീത്ത പറയുന്നു. അവർ പറഞ്ഞേ ഒരു കാരണവശാലും വെള്ളാപ്പള്ളിയെ പറ്റി ഒരു ചീത്ത വാക്കും കേരളകൗമുദിയിൽ എഴുതുകയില്ല. ആ വാക്ക് നാളെ വരെ ഈ 30 കൊല്ലമായിട്ട് പാലിച്ചിട്ടുണ്ട്. പറയുമ്പോൾ എല്ലാം പറയട്ടെ. നിങ്ങളൊന്നും മനസ്സിലാക്കണം, എന്നെ എതിർത്തവർക്ക് ഞാൻ ആരാണെന്ന് അവർക്ക് അറിയാൻ പാടില്ല. ഞാൻ ചിക്ക് വായിന്ന് പണി തുടങ്ങിയതാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ KSU ലീഡറാകില്ലേ. അന്ന് KSU എന്നുള്ള സാധനമൊന്നും രാജ്യത്തില്ല, ആലപ്പുഴ മാത്രമേ ഉള്ളൂ. ആദ്യത്തെ KSU ലീഡർ. അതിനുശേഷം ഞാൻ 21 വയസ്സുള്ളപ്പോൾ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങി. എൻ്റെ നാട്ടിൽ എല്ലാം ഓലപ്പുരകളാണ്. അവിടെ സഞ്ചരിക്കാൻ യാതൊരു വണ്ടിയില്ല. എൻ്റെ അമ്മ ഈ എറണാകുളത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ 2500 രൂപ കൊടുത്ത് 2 കൊല്ലം കാത്തിരുന്നപ്പോൾ ഒരു സ്കൂട്ടർ കിട്ടി. അന്ന് 2500 രൂപ ഒരു സ്കൂട്ടർ പുതിയ വിലയാണ്. അപ്പോൾ 2.5 കൊല്ലം കാത്തിരിക്കണം. അതമ്മ വന്നു. അതുകൊണ്ട് ഞാൻ സൈക്കിളല്ലായിരുന്നു. പക്ഷേ ആ സ്കൂട്ടറിൽ നടന്ന് ചെല്ലാവുന്ന പാട്ടിലൂടെയും അല്ലാത്ത പാട്ടിൽ നടന്ന് ആ പ്രദേശത്തെ പാവങ്ങളുടെ ദുരിതവും ദുഃഖങ്ങളും തൊട്ടറിഞ്ഞ് നടന്ന് എന്ന് അവരുടെ വീട്ടിൻ്റെ മുമ്പിൽ, അന്ന് കസേരയില്ല, മേശയില്ല, ഒരു സ്റ്റൂള് പോലും എനിക്ക് ഇരിക്കാൻ തരാനില്ല. ചെല്ലുമ്പോൾ പറയാം, ആ കൊച്ചുമലയാളി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ചിക്കുവായിട്ട്, ആ ചിക്കുവായി ഇരുന്നുകൊണ്ട് 5000 മേൽ വീടുകളുടെ മുമ്പിൽ ഞാൻ പോയി.